ഡയറിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണ് 35 ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്താണെന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഇപ്പം നമ്മുടെ പുറത്തൊക്കെ വയ്ക്കുന്ന ഫ്ലഡ് ലൈറ്റ്, നമ്മുടെ ടെറഫിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലഡ് ലൈറ്റ്, പിന്നെ ഇതൊക്കെ ഈ പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ DB ആണ്, ഔട്ട്ഡോർ ടൈപ്പ് DB. പിന്നെ ഇതിങ്ങനത്തെ പ്ലഗ് സോക്കറ്റുകളുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാത്തിലും, ഇങ്ങനെയുള്ളതല്ല പലതിലും, ഇപ്പോൾ പുറത്ത് വയ്ക്കുന്ന പാനൽസ് അതിലെല്ലാത്തിലും പ്രത്യേകിച്ച് എഴുതുന്ന ഒരു സാധനമാണ് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ. IP എന്ന് എഴുതിയിട്ട് 2 നമ്പർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന പ്ലഗുകളെല്ലാം IP44 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ബ്ലൂ 3 പിൻ കാണുന്നത് നമ്മുടെ ഒരു 16 ആംപിയറിൻ്റെ ഒക്കെ ആയിരിക്കും. ആ റെഡ് 4 പിൻ 5 പിന്നൊക്കെ കാണുന്നത് 32 ആംപിയറിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ IP എന്ന് പറഞ്ഞ സാധനം 2 നമ്പേഴ്സും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനത്തെ പ്ലഗും DB ലൈറ്റ് പാനൽ, ഇലക്ട്രിക്കൽ പാനലുകൾ എല്ലാത്തിലും ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ IP എന്ന് എഴുതിയിട്ട് 2 നമ്പർ എഴുതണം. ഫസ്റ്റ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് ആ പറഞ്ഞ മെറ്റീരിയൽ, ഇപ്പോൾ കാണിച്ച പ്ലഗ് ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, അതെല്ലാം പ്രൊട്ടക്റ്റഡ് ഫ്രം ഡസ്റ്റ്, എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ഫ്രം ഡസ്റ്റ് എന്നുള്ളത് ആ നമ്പറിൻ്റെ ഇതനുസരിച്ച് മനസ്സിലാക്കും. നമ്പർ കൂടുന്തോറും പ്രൊട്ടക്ഷൻ കൂടും എന്നുള്ള അർത്ഥം. അതേപോലെ സെക്കൻഡ് നമ്പർ ഡിനോട്ട്സ് പ്രൊട്ടക്ഷൻ ഫ്രം വാട്ടറിൽ നിന്ന് എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ IP1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ 1 ആണെങ്കിൽ അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന സോളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഒരു 50 mm താഴെയുള്ളതിൽ നിന്ന് മാത്രമാണ് പ്രൊട്ടക്റ്റഡ് ആവുന്നത്. അതായത് ഹാൻഡ് പോലത്തെ ഇത് ഒന്നും കയറില്ല, അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. IP2 എന്ന് പറഞ്ഞ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് സോളിന് തന്നെ. അതിൽ ഫിംഗർ കയറില്ല, പക്ഷേ അതിൽ താഴെയുള്ള 12.5 mm താഴെയുള്ള ഡസ്റ്റുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറി പോവാം. IP3 വരുമ്പോഴത്തേക്കും പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് സോളിഡ് ഒബ്ജക്റ്റ് ഗ്രേറ്റർ ദാൻ 20.5 mm, അതായത് സ്ക്രൂ ഡ്രൈവറോ അതിന് മേളിലുള്ള സാധനങ്ങൾ കയറില്ല, എന്നാൽ അതിൽ താഴെയുള്ള 2.5 mm താഴെയുള്ള പാർട്ടിക്കിൾസ് കയറിപ്പോകും. പിന്നെ അങ്ങനെ ഓരോ നമ്പറും ഡിനോട്ട് ചെയ്യുന്നത് അതിൽ കയറാൻ പോകുന്ന സോളിഡിൻ്റെ സൈസിനെ കുറിച്ചാണ്. അപ്പോൾ IP4 വരുമ്പോഴത്തേക്കും 1 mm താഴെയുള്ളത് കയറാൻ സാധ്യതയുണ്ട്, 1 mm മുകളിലുള്ള കയറില്ല. പിന്നെ IP5 ഒക്കെ ആകുമ്പോഴത്തേക്കും അധികം ഡസ്റ്റൊന്നും കയറില്ല എന്നാക്കി. 6 ആയപ്പോഴത്തേക്കും ഡസ്റ്റ് കയറിയില്ല എന്നുള്ള സെറ്റപ്പിലേക്ക് എത്തി. അതാണ് സോളിഡിൻ്റെ പാട്ട് വരുന്നത്. ഇനി നമ്മുടെ ലിക്വിഡിൻ്റെ കേസ് അതേപോലെ തന്നെ 1, 2, 3 എന്ന് പറഞ്ഞ ഓരോ ലെവലുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് അധികം വെള്ളം അതിൽ ഡ്രോപ്ലെറ്റായിട്ട് വീണാൽ പ്രശ്നമില്ല. രണ്ടാമത്തേൽ സൈഡിൽ കൂടി ഒരു 15 ഡിഗ്രി വെർട്ടിക്കലിലൊക്കെ കയറിയാൽ പ്രശ്നമില്ല. മൂന്നാമത്തേൽ കുറച്ച് സ്പ്രേ ചെയ്താൽ പ്രശ്നമില്ല. നാലാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം തെറിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അഞ്ചാമത്തേൽ ജെറ്റ് പോലെ അടിച്ച് കയറ്റിയാൽ പ്രശ്നമില്ല. ആറാമത്തേത് കുറച്ചും കൂടി അടിപൊളി. ഏഴാമത്തേന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലൊരു 30 മിനിറ്റ് വരെ കിടന്നാലും പ്രശ്നമില്ല. 8 എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടൈം വെള്ളത്തിൽ കിടന്നാലേ പ്രശ്നമില്ല, നല്ല സെറ്റപ്പ്. പിന്നെ 9 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും പവർഫുള്ളായിട്ടുള്ള ജെറ്റ് അടിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ IP24 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊട്ടക്ഷൻ കുറവാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതനുസരിച്ച് IP68 എന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, വെള്ളത്തിലും ഡസ്റ്റിൽ നിന്നും നല്ല പ്രൊട്ടക്റ്റഡ് ഉള്ള മീനിങ്. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ ആയാലും ഇതിൻ്റെ ആയാലും ഇപ്പോൾ ഔട്ട്ഡോറിലൊക്കെ വെക്കണ ലൈറ്റ് മിനിമം IP65 വേണമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം അതിൽ ഡസ്റ്റും കയറാൻ പാടില്ല. 5 എന്ന് പറയുന്നത് വെള്ളം പ്രഷറിൽ അടിച്ചാലും പ്രശ്നം വരരുത്, കാരണം അത് ഔട്ട്ഡോറിൽ നിൽക്കണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് 1 to 6 വരെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ, സിഗ്നിഫിക്കൻസ് ഫോർ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് 0 എന്നൊക്കെ പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡേ അല്ല. പിന്നെ അതിൻ്റെ നമ്പറിങ് അനുസരിച്ച് 50 mm, 12.5, 2.5 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഡസ്റ്റ് പ്രൊട്ടക്റ്റഡും 6 എന്ന് പറയുന്നത് ഡസ്റ്റ് പ്രൂഫാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡിജിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 0 to 8 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ പ്രൊട്ടക്റ്റഡ് വെർട്ടിക്കൽ ഡ്രോപ്പ് പറഞ്ഞിട്ടുണ്ട്, ആംഗിളിൽ വരുന്ന ഡ്രോപ്പ്, സ്പ്ലാഷ് അല്ലെങ്കിൽ സ്പ്രേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് എക്യുപ്മെൻ്റൽ പ്രൊട്ടക്ഷനാണ്. അതേപോലെ സിഗ്നിഫിക്കൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ നമ്പറിൻ്റെ തന്നെ ഇത് വെച്ചാണ് മനസ്സിലാക്കുന്നത്. അതിൽ
കൈ കയറില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ വിരൽ കയറാൻ പാടില്ല എന്നുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നമ്പറിങ് വെച്ചാണ്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ടേബിൾ കാണിച്ചത്, ഒരു അനിമേറ്റഡ് ടേബിൾ കാണിച്ചത്. പിന്നെ അഡീഷണൽ ലെറ്റേഴ്സ് ഉണ്ട് ഇതേപോലെ, ഹൈ വോൾട്ടേജ് അപ്പാരറ്റസും മൂവ്മെൻറ്റ് ഡ്യൂറിങ് വാട്ടർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് MSW എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എഴുതിയേക്കണം കാണാം. അപ്പോൾ IPXS X5 അങ്ങനെ പല ഫസ്റ്റ് ഡിജിറ്റ് ഒമിറ്റഡ്, സെക്കൻഡ് ഡിജിറ്റ് ഒമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഇത് കാണാം. അപ്പം ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആയിരിക്കും ഈ IP കോഡുകൾ കാണുക. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ എന്തൊരു സാധനം മേടിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഔട്ട്ഡോറും സ്വിമ്മിങ് പൂൾസിനൊക്കെ ഉള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന സാധനം ആ പറഞ്ഞ യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി പുറത്ത് വയ്ക്കുന്ന സാധനങ്ങളിലൊക്കെ മഴയൊക്കെ കൊണ്ട് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ IP65 ആ റേഞ്ചൊക്കെ ഉള്ള അല്ലാത്ത സാധനം നമ്മളൊരിക്കലും മേടിക്കരുത് ആ ഒരു ഇതിനു വേണ്ടി.